പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ തേർഡ് ഇയർ BCom LLB പഠിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവരുടെയും ലൈഫിൽ ഈശോ ഇടപെട്ടേക്കുന്ന കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളുണ്ടാവും. എൻ്റെ ലൈഫിൽ ഈശോ എങ്ങനെയാണ് ഇടപെട്ടേക്കണതെന്നും എൻ്റെ ഒരു ചെറിയൊരു ഗോഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒറ്റപ്പെട്ട നിമിഷങ്ങളുണ്ടാവും. നമ്മളിനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഡൗട്ടുള്ള നിമിഷങ്ങളുണ്ടാവും. നമുക്ക് ഇനി എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാത്ത കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ ഈശോനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്. അതായത് എല്ലാവർക്കും അത് വേറെ വേറെ രീതിയിലായിരിക്കും. എൻ്റെ അടുത്ത് ഈശോ സംസാരിക്കാറും എനിക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറൊക്കെ വചനത്തിലൂടെയാണ്. എനിക്ക് ഈശോൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചേക്കുന്നത് തിരുവചനത്തിലൂടെയാണ്. എനിക്കത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ അപ്പയും അമ്മയും വീട്ടിൽ ഓരോ ചെറിയ ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ അവർ ബൈബിൾ റെഫർ ചെയ്യും. അപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അത് കണ്ടാണ് ആക്ച്വലി ഞാനിങ്ങനെ ഒരു ബൈബിളിനോടൊരു അടുപ്പവും ഈശോനോടൊരു അടുപ്പവും ഈശോനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു വഴി ബൈബിളാണെന്ന് മനസ്സിലാക്കിയതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ വീട്ടിലൊരു ദിവസം പെട്ടെന്ന് കാറിൻ്റെ കീ കാണാനില്ല. ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്, പക്ഷേ എൻ്റെ ലൈഫിൽ എന്നെ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാറിൻ്റെ കീ കാണാനില്ല. ഞാൻ അർജൻറ്റായിട്ട് പോകേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ, അഫ്കോഴ്സ് നമ്മൾ മനുഷ്യരാണ്, നമ്മൾ കുറേ നേരം തപ്പി, നമ്മൾ പറ്റുന്ന രീതിയിലുള്ള മൊത്തം തപ്പി. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ബൈബിൾ എടുത്തൊന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ബൈബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു ബൈബിൾ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഉന്നതങ്ങളിൽ അന്വേഷിക്കുന്ന ഒരു സാധനം കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്താ അങ്ങനെ കിട്ടണേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നോക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ മൊത്തം മുകളിലൊക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇതുവരെ ഇടാത്തൊരു സ്ഥലത്താണ് ഞങ്ങളുടെ കീ ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ചെറിയ ചെറിയ ഇൻസിഡൻസ് ലൈഫിൽ ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും ഈശോനോട് ചോദിക്കുമ്പോൾ നമുക്കത് ബൈബിളിൽ കൂടി ഈശോ മറുപടി പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പയ്യെ എൻ്റെ ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, പിന്നെ എൻ്റെ ഒരു ലൈഫ് സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേഴ്സ് സിറ്റുവേഷൻ വരുമ്പോൾ നേരെ ബൈബിൾ എടുത്ത് നോക്കാം. ഈശോയ്ക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എനിക്ക് കിട്ടും. അപ്പം ഞാനിത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരെല്ലാവരും നീ എന്തീ പറയണം, നീ തമാശ എന്ത്, പിന്നെ ബൈബിളിൽ കൂടെ സംസാരിക്കാൻ പോകണം, പിന്നെ നമ്മുടെ അടുത്ത് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ബൈബിളിൽ ഇരിക്കല്ലേ, അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും. പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ ഇടപഴകി തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായി പയ്യെ ഈശോ എങ്ങനെയാണ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പയ്യെ അവർക്ക് അവരുടെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ എൻ്റെ അടുത്ത് വരും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, അങ്ങനെ ബൈബിൾ വചനം എടുക്കും. അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടെ ലൈഫിൽ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് വചനം ഉണ്ടാവും. ഓക്കെ, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വചനമാണ് ലൂക്ക 1:45. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതെന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശോൻ്റെ ലൈഫിൽ പറയുന്ന കാര്യങ്ങളെല്ലാം, എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈശോ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാൽ ഞാനൊരു ഭാഗ്യവതിയായി തീരും. ആരെപ്പോലെ? മാതാവിനെ പോലെ. അപ്പോൾ അതാണ് എൻ്റെ ലൈഫിൽ എന്നെ ഒന്ന് പിടിച്ചു നിർത്തിയേക്കുന്ന ഒരു വചനം. അങ്ങനെ അതേപോലെ തന്നെ പല ആൾക്കാരിൽ നിന്ന് കേട്ട് എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ഉപയോഗിക്കുന്ന കുറച്ച് വചനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ അസുഖത്തിന് നമ്മളെപ്പോഴും ഫേസ് ചെയ്യുക പേടിച്ചിട്ടാണ്. അത് കൂടാതെ എങ്ങനെ നമ്മൾ ബൈബിളിൻ്റെ കൂടെ വചനത്തിന് ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ ഈശോ പറഞ്ഞത് പോലെ എങ്ങനെ വചനത്തിന് ഫേസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനത്താൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. ഈ ഒരു വചനഭാഗം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയ്ക്ക് 2 മേജർ സർജറി കഴിഞ്ഞു. ആ സിറ്റുവേഷനിലൊക്കെ ഞങ്ങളെ സ്ട്രെങ്ത് ചെയ്ത ഒരു ബൈബിൾ വചനം എന്ന് പറയുന്നത് ഈ ബൈബിൾ വചനമാണ്. അങ്ങനെ തന്നെ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, നമ്മുടെ ഫിലിപ്പി 4:13 നമുക്ക് നമ്മുടെ ശക്തനാക്കുന്നതിനുള്ള എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളൊരു വചനം. ആ വചനവും പിന്നെ ഞങ്ങൾക്ക് ചാറ്റ് വിത്ത് ജീസസ് എന്ന് പറഞ്ഞൊരു ഗ്യാതറിംഗ് ഉണ്ട്. അവിടെ ഞങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ സിസ്റ്റർ ഞങ്ങൾക്ക് എക്സാമിന് സമയമാകുമ്പോൾ പേടിക്കണ്ട, നിങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്ന വചനമാണ് യോഹന്നാൻ 14:26. എൻ്റെ നാമത്തിൽ പിതാവ് അയച്ചു തരുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതായത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞുതരും. കൃത്യമായിട്ട് നമുക്കത് എഴുതാനും പറ്റും, പാസ്സാവുകയും ചെയ്യും. ഞാൻ 2 വർഷം ആയി ആ വചനം ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇതുവരെ എക്സാമൊന്നും ദൈവം സഹായിച്ച് എനിക്ക് ഫെയിലാവേണ്ടി വന്നിട്ടില്ല. നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു എന്താ പറയുക, ഈശോൻ്റെ വചനത്തിലുള്ള എൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു വചനങ്ങളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്തേക്കണേന്നുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഓരോ രീതിയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എപ്പോഴും തോന്നാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ക്യാമ്പസിൽ എനിക്ക് ഫസ്റ്റ് ഒരു വലിയൊരു പ്രോഗ്രാം വരാം. അതായത്
കുറച്ച് കൺഫ്യൂസിങ് ആണ്, അതിന് പോകണോ വേണ്ടയോ അങ്ങനെ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ചാപ്പലുണ്ട്, അവിടെ പോയി ഒന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചോദിച്ചു, നമുക്കൊരു വചനം എടുത്ത് നോക്കിയാലോ, നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാനൊരു ഹെൽപ്പ് ആവുമല്ലോ, വചനം എടുത്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വചനം എടുത്ത് നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു പേടിപ്പിക്കുന്ന പോലത്തെ, നമുക്കൊരു വാണിംഗ് തരുന്ന പോലത്തെ ഒരു വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളെല്ലാവരും തോമസ് ലീഹയുടെ മാർഗ്ഗം പിന്തുടരുന്ന ആളായതുകൊണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ അടുത്ത് ഞാനൊരു വചനം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് കിട്ടിയതും ഇതേപോലെ തന്നെ ഒരു വാണിംഗ് തരുന്ന പോലത്തെ ഒരു വചനം. അപ്പോൾ എനിക്കറിയാം എൻ്റെ അടുത്ത് അങ്ങനെ വെറുതെ ഇഷ്യൂ ഒന്നും പറയില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ പാരൻസിനെ വിളിച്ചു പറഞ്ഞു, പിന്നെ എൻ്റെ സ്പിരിച്വൽ എൽഡറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്ന് ഇങ്ങനെ ചോദിച്ചു, ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകേണ്ട ഒരു ഇവൻ്റ് ആണ്, പക്ഷേ എനിക്കിങ്ങനെ ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ എൽഡേഴ്സും എല്ലാവരും പാരൻസ് എല്ലാം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ പോകണം, പക്ഷേ ഈ വചനത്തിൽ പറയണ പോലെ നീ സൂക്ഷിക്കണം എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതുവരെ ഈശോ തന്നേക്കണ വചനങ്ങളൊന്നും എൻ്റെ ലൈഫിൽ തെറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പ്രോഗ്രാം കൂടി, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് ഡൗട്ടായി, ഈശോ ഇതുവരെ എൻ്റെ അടുത്ത് എനിക്ക് എൻ്റെ അടുത്ത് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, അപ്പോൾ എന്തായിരിക്കും എനിക്ക് ഈശോ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായി. അങ്ങനെ ഞാൻ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ പോയ ഇവൻറ്റിൽ ഞാൻ അറിയാതെ ആക്ച്വലി അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം നമ്മളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി, എന്നെ അതെ എൻ്റെ ഫ്രണ്ടിനെ അതെ, ഞങ്ങൾ രണ്ടുപേരും നമ്മൾ എന്താ പറയുക, പരിശുദ്ധാത്മാവ് പ്രൊട്ടക്റ്റ് ചെയ്യണ പോലെ തന്നെ ഞങ്ങൾ വളരെ മനോഹരമായിട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് വളരെ മാറ്റി നിർത്തി. അത് ഈശോ ഒരു വാണിംഗ് തന്നു എനിക്ക്, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി എൻ്റെ ചുറ്റുമുള്ളവർ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു ബലമായിട്ട് നമ്മൾ ഈശോൻ്റെ ഒരു ഇടപെടൽ അവിടെ കാണാം. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഈശോ എന്നെ ആ പ്രശ്നത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ദൈവാനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ കുറേ പേരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ ലൈഫിൽ ഈശോ ഇടപെടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും എനിക്കത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ജനിച്ചത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ്, അവിടെ തൊട്ടേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് നല്ല പാരൻസ് ഉണ്ട്, നല്ലൊരു ഫാമിലി ഉണ്ട്, എനിക്ക് വേണ്ടി ഒരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഇപ്പോൾ ജീസസ് യൂത്തിലെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, നമ്മൾ എത്രത്തോളം ഈശോയ്ക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ആളാണെന്നുള്ളത് നമുക്കിങ്ങനെ ഓരോ ഇൻസിഡൻറ്റുകളും നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഓരോ കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പം ഇതുവരെയുള്ള എൻ്റെ ലൈഫിലെ ജേണി ഈശോ തീരുമാനിക്കാതെ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സും ഈശോൻ്റെ ഓരോ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.